ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മളിപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചു വരുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളായി 3 സുവിശേഷങ്ങൾ നമ്മൾ വായിച്ചു. വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ കാനാവിൽ ദൈവം യേശുതമ്പുരാൻ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ സംഭവമാണ്. വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണിത്. മറ്റ് ഒരു സുവിശേഷങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റുന്നില്ല. കർത്താവ് ആദ്യം വിളിച്ച ശിഷ്യന്മാരിൽപ്പെട്ട ആളായിരുന്നു വിശുദ്ധ യോഹന്നാൻ. അപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം മുതൽ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റ് ശിഷ്യന്മാരെയൊക്കെ വിളിക്കപ്പെടുന്നതിന് മുൻപ് നടന്ന ഒരു സംഭവമായിരിക്കാം ഇത്. കർത്താവിൻ്റെ ശിഷ്യന്മാരും ഈ വിവാഹത്തിന് ക്ഷണിക്കപ്പെടുമ്പോൾ കാണുന്ന 12 പേരൊന്നുമില്ല. ഇതിനു മുമ്പ് 3-4 ശിഷ്യന്മാരെ വിളിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവരിൽ ഈ 3-4 പേരായിരിക്കണം കർത്താവിൻ്റെ കൂടെ ആ വിരുന്നിൽ ഒരുപക്ഷെ അവിടെ സംബന്ധിച്ചിരുന്നവർ. അപ്പം അതിൽ ഈ യോഹന്നാൻ ശ്ലീഹ അദ്ദേഹം ഇത് നേരിൽ കണ്ട ഒരു സംഭവമായതുകൊണ്ടായിരിക്കണം ഈ സുവിശേഷത്തിൽ മാത്രം ഇത് വരാൻ കാരണമായിട്ട് തീർന്നത്. അപ്പോൾ യേശു ക്രിസ്തുവുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുള്ള ഒരു ഭവനമാണ്. അതുകൊണ്ടാണ് യേശുവും തൻ്റെ മാതാവും ഒക്കെ ആ ഭവനത്തിൽ ക്ഷണിക്കപ്പെട്ടത്. ജോസഫ് പിതാവ് ഈ വിവാഹത്തിൽ സംബന്ധിച്ചതായി നമ്മൾ വായിക്കുന്നില്ല. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഈ സംഭവം നടക്കുന്നതിന് മുൻപ് യേശുവിന് 30-ാം വയസ്സിലാണല്ലോ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പം അതിനു മുൻപ് ജോസഫ് പിതാവ് മരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹവും അതിൽ സംബന്ധിക്കേണ്ടിയിരുന്നു. അടയാളങ്ങളുടെ ആരംഭമായി യേശു കാനാവിൽ ഇത് പ്രവർത്തിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ചിന്തിച്ചു, അടയാളമെന്ന് പറയുന്നത് മറ്റ് സുവിശേഷങ്ങളൊക്കെ അത്ഭുതമായി കാണുമ്പോൾ യേശുവിൻ്റെ പ്രവർത്തനത്തെ യോഹന്നാൻ്റെ സുവിശേഷം അടയാളമായി കാണുന്നു. ഓരോ അത്ഭുതവും അതിൽ തന്നെ പൂർണ്ണമായി. പക്ഷെ അടയാളം സംഭവിച്ചതോ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളുടെ സൂചന മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്തതായ ഓരോ സൗഖ്യദായകമായ ശുശ്രൂഷയും ലോകമുള്ള കാലത്തോളം എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന അതിൻ്റെ ആദ്യത്തെ സംഭവം മാത്രമാണ്. അപ്പം അങ്ങനെയെങ്കിൽ യേശുതമ്പുരാൻ കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കിയത് എന്തിൻ്റെ സൂചനയായിരിക്കണം? വേദശാസ്ത്രപരമായി നമ്മളിതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്രകാരം സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തുന്നു. ഇത് കാൽവറിയിൽ താൻ ഒഴുക്കാൻ പോകുന്ന രക്തമാകുന്ന വീഞ്ഞിൻ്റെ മുന്നോടിയായി ആദ്യത്തെ സംഭവമാണ്. അതാണ് അടയാളങ്ങളുടെ ആരംഭം. ഈ അടയാളങ്ങളുടെ പൂർത്തീകരണം കാൽവറിയിൽ താൻ ഒഴുക്കാൻ പോകുന്ന രക്തമാകുന്ന വീഞ്ഞാണ്. ഇന്ന് ഈ ഭവനത്തിലെ വീഞ്ഞ് ഈ ഭവനത്തിൽ വന്നവരെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ സകല ലോകത്തെയും തൃപ്തിപ്പെടുത്താൻ പോകുന്ന രക്തമാകുന്ന വീഞ്ഞ് താൻ കാൽവറിയിൽ ഇനി ഒഴുക്കാൻ പോവുകയാണ് ഇതിൻ്റെ സമാപനത്തിൽ. അതുകൊണ്ടാണ് അടയാളങ്ങളുടെ ആരംഭം. അതിൻ്റെ ഈ ഭൂമിയിലെ അവസാനമായി കർത്താവിൻ്റെ ആ മർക്കോസിൻ്റെ മാളികയിൽ വെച്ച് കർത്താവ് വീഞ്ഞിനെ തൻ്റെ രക്തമാക്കി മാറ്റുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പോട്ടെ, നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മയിലെ ചില സ്വഭാവങ്ങളൊന്ന് ചിന്തിക്കാം. ഒന്ന്, അമ്മ അവിടെ ക്ഷണിക്കപ്പെട്ടയാളാണ്. ആ ഭവനത്തിൽ വീഞ്ഞ് തീരുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ അന്നത്തെ ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വീഞ്ഞ് കുടിച്ച് മത്തരാകത്തക്കവണ്ണം അവർക്കാർക്കും അങ്ങനെ വീഞ്ഞ് കൊടുക്കുന്ന രീതിയില്ലായിരുന്നു. ഭക്ഷണത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ വായിച്ചിട്ടുള്ള 3 അളവ് വെള്ളം ചേർത്ത് അവർക്കത് കൊടുക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് അവിടെ വീഞ്ഞ് തീർന്നു പോകുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നൊരു ആളെ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷന് വിളിച്ചിട്ട് ചോറ് തീർന്നു പോയാൽ
അല്ല കൊടുക്കേണ്ട ഭക്ഷണം തീർന്നു പോയാൽ നമുക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. അതാണെന്ന് ആ ഭവനത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, വീട്ടുകാരൻ യേശുവിൻ്റെ അമ്മയോട് വന്ന് പറയുന്നില്ല, ഇവിടെ വീഞ്ഞ് തീർന്നു പോയെന്നോ നീ അതിനു വേണ്ടി ശ്രമിക്കണമെന്നോ എന്തെങ്കിലും ചെയ്യണമെന്ന് അമ്മയോട് ഇവിടെ ആവശ്യപ്പെടുന്നില്ല. ആ വീട്ടുകാരൻ പറയാതെ തന്നെ ആ വീട്ടിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവനെ സഹായിക്കാൻ അമ്മ ചിന്തിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അമ്മയിൽ നമ്മൾ കാണുന്ന ഒന്നാമത്തെ സ്വഭാവം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ഭവനത്തിൽ ചെന്ന് അവിടെ ഒരു കുറവുകൾ കണ്ടാൽ മറ്റുള്ളവരോട് ഉടൻ തന്നെ വിളിച്ചു പറയാനാണ് നമുക്ക് താല്പര്യം. അവരെ എത്രമാത്രം അപകീർത്തിപ്പെടുത്താമോ അത്രമാത്രം നമ്മൾ ചിലപ്പോൾ ചെയ്തെന്ന് വരും. പക്ഷെ അമ്മ അത് ചെയ്യുന്നില്ല. അമ്മ ഇതാരോടും പറയുന്നില്ല. അപ്പം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആ ദൈവികമായ കൽപ്പന തൻ്റെ ജീവിതത്തിലൂടെ ഇവിടെ ആദ്യം പ്രാവർത്തികമാക്കുന്ന ആളാണ് പരിശുദ്ധ അമ്മ. ആ വീട്ടുകാരൻ ആവശ്യപ്പെടാതെ തന്നെ അവനെ സഹായിക്കുവാൻ അവിടെ പ്രവർത്തിക്കുന്നു. നമ്മളും പലപ്പോഴും പലരുടെയും കുടുംബകാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ അവർ പറയാതെ ഇടപെട്ട് അതിനെ ഏറ്റവും നമ്മൾ മോശമാക്കി മാറ്റാറുണ്ട്. അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ. ഇതങ്ങനെയല്ല. അമ്മ അവരെ സഹായിക്കുവാനാണ് ചെയ്യുന്നത്, നമ്മൾ ഓർക്കണം. ഇത് പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ സ്വഭാവമാണ്. രണ്ടാമത്തെ പരിശുദ്ധ അമ്മയുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നപരിഹാരത്തിന് അമ്മ ആദ്യം ആരെ സമീപിച്ചു എന്നുള്ളതാണ്. അമ്മ സമീപിച്ചത് ദൈവത്തെ തന്നെയാണ്. നമ്മളൊക്കെയാണ് നമുക്കൊരിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ നമ്മുടേതായ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് അതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രം അവസാനം ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് നമ്മൾ പറയുന്നൊരു രീതി, അത് നമ്മൾ മാറണം. പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. അമ്മയുടെ ജീവിതത്തിൽ അമ്മ കാണിക്കുന്നത് തൻ്റെ മകൻ ആരാന്ന് അമ്മയ്ക്കറിയാം. ആ പ്രഥമ സ്ഥാനം ആരോട് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് അമ്മയ്ക്കും അറിയാം. അല്ലാതെ മറ്റാരോടും ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. തൻ്റെ മകൻ ഇതുവരെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷെ മകൻ്റെ ജനനം മുതൽ സകല കാര്യങ്ങളും അമ്മയ്ക്കറിയാമല്ലോ. അപ്പം അവനെക്കൊണ്ട് സാധിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസം. ആ സമയത്ത് മറ്റാർക്കും അവരെ സഹായിക്കാൻ സാധിക്കുകയില്ല. അമ്മ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ആദ്യമേ ദൈവത്തെ സമീപിക്കുക. പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പഴയ നിയമത്തിൽ ആദ്യ ഫലം ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞത്. ആദ്യമുണ്ടാകുന്ന സാധനങ്ങൾക്ക് ചിലപ്പോൾ ടേസ്റ്റ് ചിലപ്പോൾ കുറവായിരിക്കും. ഒരു പ്ലാവ് വെച്ചാൽ ആദ്യമുണ്ടാകുന്ന ചക്ക, മാവ് വെച്ചാൽ ആദ്യമുണ്ടാകുന്ന മാങ്ങ, പേര ഉണ്ടായാൽ ആദ്യമുണ്ടാകുന്ന പേരയ്ക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പിന്നീട് അതിൻ്റെ തടി മൂക്കുന്തോറുമാണ് അതിന് ടേസ്റ്റ് വർദ്ധിക്കുക. പക്ഷെ പ്രഥമ സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞത് പൊട്ട് ദൈവത്തിന് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, കൊള്ളാത്തത് കൊടുക്കുക എന്നുള്ളതല്ല. പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, ആദ്യ ഫലം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ അമ്മയിൽ നിന്ന് മാതൃകയാക്കേണ്ടതാണ്. എല്ലാ പ്രശ്നത്തിനും ആദ്യമേ തന്നെ ദൈവകരങ്ങളിൽ നമ്മളതിനെ സമർപ്പിക്കുക. മൂന്ന്, നമ്മൾ അമ്മയിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു സ്വഭാവം, അമ്മ എന്തിനാണ് യേശുവിനെ സമീപിച്ചത്? ഇവിടെ വീഞ്ഞു തോർന്നു പോകേണ്ട എനിക്ക് ലഭിക്കത്തില്ല എന്നുള്ള ഒരു ചിന്തയിലാണോ? ഒരിക്കലുമല്ല. നമ്മളൊക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ യാചിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊരാൾക്ക് വേണ്ടിയാണ് അമ്മയുടെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ തനിക്ക് ഇവിടെ വീഞ്ഞ് തീർന്നു പോയതുകൊണ്ട് ലഭിക്കത്തില്ല എന്നുള്ള സ്വാർത്ഥ ചിന്തയിൽ നിന്നല്ല എന്ന് നമ്മൾ വേറൊരാളെ സഹായിക്കാൻ വേണ്ടിയാണ് അമ്മ ഇത് ചെയ്യുക. യേശു പറയുന്നുണ്ട്, എനിക്ക് പ്രവർത്തിക്കാനുള്ള സമയമായില്ല, എനിക്കും നിനക്കും എന്താ. യേശു പറയുന്നത് നമ്മളിവിടെ ക്ഷണിതാക്കളല്ലേ, നമുക്കെന്തെന്നാണ്. ചില ബൈബിളിൽ എനിക്ക് നിനക്കും തമ്മിൽ എന്തെന്നൊരു വാക്ക് അഡീഷണലായി ചേർത്തിട്ടുണ്ട്. അത് മാതാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. മാത്രമല്ല അവർ പറയുന്നത് ഇവിടെ യേശു തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചു. ഒരമ്മയെ ആരെങ്കിലും കയറി സ്ത്രീയെ എന്ന് വിളിക്കുമോ? അത് നമ്മൾ ഇന്നത്തെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്നത്തെ ആ ഭാഷയിൽ സ്ത്രീയെ എന്നുള്ളത് നമ്മൾ
ലേഡി അല്ലെങ്കിൽ മാഡം എന്നൊക്കെ പറയാറില്ലേ, ബഹുമാന സൂചകമായ വാക്കാണ്. ഇതിന് ദൈവശാസ്ത്രപരമായ മറ്റൊരു വിശദീകരണം നമ്മുടെ പിതാക്കന്മാരും കൊടുത്തിട്ടുണ്ട്. കാരണം ഏതിനിൽ നിന്ന് പാപം ചെയ്ത് പുറത്തു പോകുന്ന മനുഷ്യന് ദൈവം കൊടുത്ത വാഗ്ദത്തമായിരുന്നു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചതയ്ക്കുമെന്നാണ്. സ്ത്രീയുടെ സന്തതി. ആ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ വന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ബാക്കി എല്ലാവരും പുരുഷന്റെ സന്തതിയാണ്. സ്ത്രീയിൽ നിന്ന് മാത്രം ശരീരം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഭൂമിയിൽ വന്നവനാണ് നമ്മുടെ കർത്താവ്. ബാക്കി എല്ലാവരും പുരുഷ ബീജത്താലാണ് ഉണ്ടാവുക. അതില്ലാതെ ജനിച്ചവനെന്ന അർത്ഥത്തിലാണ് സ്ത്രീയുടെ സന്തതി എന്ന് പറയുക. ഇവിടെ യേശുതമ്പുരാൻ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ വാസ്തവത്തിൽ ഉൽപ്പത്തിയിൽ യഹോവയായ ദൈവം പറഞ്ഞ ആ സ്ത്രീയാണ് തൻ്റെ അമ്മയെന്നും താൻ ആ അമ്മയുടെ മകനാണെന്നും സർപ്പത്തിൻ്റെ തല ചതയ്ക്കാൻ വന്നവനാണെന്നും പരോക്ഷമായി അതിനെ കാണാൻ പറ്റും. അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ആരംഭമാണ് ഇവിടെ സംഭവിക്കുക. കാനാവിൽ യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണമാണ് കാൽവറിയിൽ തൻ്റെ യാഗം. ആ സമയത്ത് തൻ്റെ അമ്മയെ തന്നെ സ്ത്രീയെന്ന് വിളിച്ചു. എപ്പോഴാണ് തൻ്റെ ശിഷ്യനായ യോഹന്നാനെ തൻ്റെ അമ്മ ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞത്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ചവനായ കർത്താവ് തൻ്റെ അമ്മയെ അപഹസിക്കുവാൻ മാത്രം സ്ത്രീയെന്ന് വിളിക്കുമോ എന്ന് സാധാരണ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ അമ്മയുടെ യാചിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. ഇത് നമ്മൾ അമ്മയിൽ നിന്ന് മാതൃകയാക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു ചിന്ത നമ്മളോട് ഈ വേദഭാഗത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, അമ്മ അവിടുത്തെ വേലക്കാരോട് പറഞ്ഞു, കൽപ്പാത്രങ്ങളിൽ എൻ്റെ മകൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ തിരിച്ചൊന്നും ചോദിക്കണ്ടെന്നർത്ഥം. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ പറയണമെങ്കിൽ എൻ്റെ മകൻ പറയുമെന്നും പ്രവർത്തിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം ഈ അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അമ്മ അങ്ങനെ അവരോട് പറഞ്ഞത്. ഇന്ന് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ അടുത്ത് യാചിക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് നമ്മളോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ പുത്രൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അപ്രകാരം നിങ്ങൾ ചെയ്യുവിൻ. എൻ്റെ പുത്രൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്രകാരം നിങ്ങൾ ചെയ്യുവിൻ. എന്താണ് പുത്രൻ നമ്മളോട് കൽപ്പിച്ചത്? ഒരൊറ്റ കാര്യം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. ഒരേ ഒരു കാര്യമേ നമ്മുടെ കർത്താവ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൂ. അതാണ് ഞാൻ കർത്താവ് പറഞ്ഞത്, പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. ഞാൻ സ്നേഹിച്ചതുപോലെ, ഞാൻ എങ്ങനെയാണ് സ്നേഹിച്ചത്? ജീവൻ തന്നാണ് സ്നേഹിച്ചത്. ആ സ്വാർത്ഥരഹിതമായ സ്നേഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ. അത് ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടായാൽ ഇന്നിവിടെ അത്ഭുതം നടക്കും. വെള്ളം വീഞ്ഞാവും, രോഗി സൗഖ്യം പ്രാപിക്കും, എല്ലാ അത്ഭുതങ്ങളും നടക്കും. കാരണം നമ്മൾ ആ ഒരു കൽപ്പന പാലിച്ചു. പക്ഷെ നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയത് അത് മാത്രമാണ്, സ്നേഹം. എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെല്ലാവരും ആയിരിക്കുന്നു. അതാണ് സഭയിലെയും സമൂഹത്തിലെയും കുടുംബങ്ങളിലെയും ഒക്കെ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ധ്യാനാത്മകമായി ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ, ആ കൽപ്പാത്രങ്ങളുടെ പുറത്ത് കർത്താവോട് പറഞ്ഞത്, കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പാൻ പറഞ്ഞു. അവിടെ യഹൂദന്മാർക്കറിയാം, ഒരു ഭവനത്തിലൊരാൾ വരുമ്പോൾ അന്നത്തെ പോലെ വാഹനങ്ങളൊന്നുമില്ല, നടന്നാണ് മനുഷ്യൻ വരുന്നത്. ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നവനെ കൈകാലുകളെ കഴുകി ശുദ്ധി വരുത്തുവാൻ തക്കവണ്ണം പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വീടിൻ്റെ വാതുക്കൽ വെക്കുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന കൽപ്പാത്രങ്ങളിലാണ് വെള്ളം നിറയ്ക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടത്. വേണമെങ്കിൽ ആളുകൾക്ക് ചോദിക്കാമായിരുന്നു, വീഞ്ഞു തീരുന്നതിന് ഈ പാത്രത്തിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് വീട്ടിലെ പ്രശ്നം മാറുമോ, അവിടെ വീഞ്ഞുണ്ടാകുമോ എന്ന് ചോദിക്കാം. അത് ചോദിക്കരുതെന്ന് അമ്മ നേരത്തെ പറഞ്ഞത്.
ബുദ്ധിപരമായി നമ്മൾ ചിന്തിച്ചാൽ കർത്താവ് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. എന്നാൽ ആത്മപരമായി കർത്താവിൻ്റെ വചനത്തിന് വിധേയപ്പെടുക, അപ്പോൾ അവിടെ അത്ഭുതം നടന്നു. മറ്റൊന്ന്, ആ വീട്ടിൽ നടന്ന അത്ഭുതം എന്താണ്? കൽപ്പാത്രങ്ങളുടെ പുറമേ ഒരു മാറ്റവും സംഭവിച്ചില്ല. മാറ്റം സംഭവിച്ചത് മുഴുവൻ ഉള്ളിലാണ്. മണവും രുചിയും നിറവും ഒന്നുമില്ലാത്ത വെള്ളത്തെ മണമുള്ളതും നിറമുള്ളതും രുചിയുള്ളതുമായ വീര്യമുള്ളതായ വീഞ്ഞായി അവിടെ മാറ്റപ്പെട്ടു. ഇതാണ് നമ്മിലെ ഉള്ളിൽ നടക്കേണ്ട പരിവർത്തനം. പുറമേ നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും ജീവിത രീതിയിലൊക്കെ മറ്റുള്ളവരെ പോലെ ആവാം. എന്നാൽ നമ്മുടെ ഉള്ളിലൊരു പരിവർത്തനം നടക്കണം. ആ കൽപ്പാത്രങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചതുപോലെ അത് സംഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. കർത്താവ് പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ വലിയ മാറ്റം സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ വീഞ്ഞുപോലെ ഉത്തേജമായി വലിയ ഒരു ഉണർവിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം, വെള്ളത്തെ വീഞ്ഞാക്കിയ ഈ കർത്താവാണ് അവസാനം വീഞ്ഞിനെ തൻ്റെ രക്തമാക്കി മാറ്റിയത് മർക്കോസിൻ്റെ മാളികയിൽ വെച്ച്. കാനാവിലെ വീഞ്ഞ് എത്ര യാഥാർത്ഥ്യമാണോ അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ രക്തവും. കാനാവിൽ വെള്ളം വീഞ്ഞ് പോലെ ആവുകയല്ലായിരുന്നു, വീഞ്ഞ് തന്നെയായി മാറുകയായിരുന്നു. മാളികയിൽ കർത്താവ് വാഴ്ത്തിയ വീഞ്ഞ് രക്തം പോലെ ആകുകയല്ലായിരുന്നു, കർത്താവിൻ്റെ രക്തം തന്നെയായി മാറ്റപ്പെടുകയാണ് വിശുദ്ധ കുർബാനയിൽ. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി മാമോദിസായ്ക്ക് ശേഷം, കർത്താവിൻ്റെ സ്ഥാനത്തിന് ശേഷം കർത്താവ് ആദ്യം പ്രവർത്തിച്ച ഒന്നാമത്തെ അടയാളമാണിത്. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ആദ്യം ചെയ്തതായ ഒരടയാളം. ഇതുപോലെ ആ ഒരു വലിയ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. കനാവിലെ ആ ഒരു വലിയ അനുഭവത്തോടെ അവിടെ നടന്നതായ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ദേവാലയ ശുദ്ധീകരണമാണ്. മറ്റ് സുവിശേഷങ്ങളെല്ലാം നമ്മൾ വായിച്ചത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏതാണ്ട് ഒരു അവസാന നാളുകളിലാണ് ദേവാലയ ശുദ്ധീകരണം നടന്നതായിട്ടാണ്. എന്നാൽ ഇവിടെ ആരംഭത്തിൽ തന്നെ ദേവാലയ ശുദ്ധീകരണം ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി 3 സുവിശേഷങ്ങളിലും നമ്മൾ ഈ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം ആവശ്യമില്ലല്ലോ. ഏത് പശ്ചാത്തലത്തിലാണ് ആ ശുദ്ധീകരണം നടന്നതെന്ന് നമുക്കറിയാം. ഇനി നമ്മളതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിന് 18 മുതലുള്ള വാക്യങ്ങൾ. യഹൂദർ അവനോട് ചോദിച്ചു, ഈ ദേവാലയ ശുദ്ധീകരണങ്ങളൊക്കെ നടത്തി ഇത് ചെയ്യാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? നിന്റെ ഈ അധികാരത്തിനൊരു അടയാളം നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ യേശു അവരോട് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഈ ദേവാലയം നിങ്ങൾ പൊളിക്കുവിൻ, 3 ദിവസത്തിനകം ഞാനിത് പുനരുദ്ധരിക്കുമെന്ന്. യഹൂദന്മാർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു. ഇത് അവസാനം പണിത പല പ്രാവശ്യം യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ട് 3 പ്രാവശ്യം മറ്റും അത് ഇങ്ങനെ പുതുക്കി പണിയുന്നുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട്.
അവസാനത്തെ ഈ ദേവാലയം പണിയുമ്പോൾ ഏകദേശം 46 വർഷം കൊണ്ടാണ് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചത്. അവർ ചോദിക്കുന്നത് 46 വർഷം കൊണ്ട് പൂർത്തീകരിച്ച ഈ ദേവാലയത്തെ നീ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞത് എന്താണ്? പക്ഷെ കർത്താവ് പറഞ്ഞത് തൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചാണ്. 3-ാം ദിവസം തനിക്ക് സംഭവിക്കാൻ പോകുന്ന താൻ ഇത് വധിക്കപ്പെടുമെന്നും 3-ാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നീ നിന്റെ വിസ്തൃത ദ്രവത്വം കാണാൻ വിട്ടുകൊടുക്കുകയില്ല എന്ന് സങ്കീർത്തനം 16:10 നമ്മൾ വായിക്കുന്നു. അപ്പം ആ ഒരു സംഭവം ആണ് കർത്താവ് ഇവിടെ പറയുക. 46 വർഷം കൊണ്ട് കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ആ ദേവാലയം, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് കർത്താവ് അവരോട് പറഞ്ഞതാണത്. ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ കാനാവിലെ ആ വിവാഹ വിരുന്നുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമ്മെ ഭരിക്കാനിടയായി തീരട്ടെ. നമ്മിലും ഒരു വലിയ പരിവർത്തനം ഉണ്ടാകുവാൻ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ആരാധനകളും നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബൈബിൾ വായനയിലേക്ക് മറ്റുള്ളവരെ കൂടി നിങ്ങൾ പരമാവധി ആഹ്വാനം ചെയ്ത് നമ്മൾ വായിക്കുന്നത് പോലെ അവരും വായിക്കുവാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുക. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ, അതും ഒരു സുവിശേഷത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇന്ന് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.